ജനപ്രിയ നായകൻ ദിലീപേട്ടനെ നായകനാക്കിക്കൊണ്ട് ധനഞ്ജയ് ശങ്കറിന്റെ സംവിധാനത്തിൽ ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ബബ്ബബ്ബ ഭയം ഭക്തി ബഹുമാനം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമ്മിശ്ര അഭിപ്രായമാണ് ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് ഇത് സ്റ്റോറി ബേസ് ആയാലും കോണ്ടന്റ് ബേസ് ആണെങ്കിലും ഭയങ്കരമായിട്ടൊരു ഇഷ്ടക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ അവരവരുടെ സാലറി ആയിട്ട് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി അവരുടെ ഈ പറയുന്ന റവന്യൂ ആയിട്ട് അവർ കൈപ്പറ്റിയിരിക്കുന്നത് എത്ര രൂപയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നമ്മൾ ഈ പറയുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ട് വരുന്ന ഗൂഗിളിലെ പല പല സൈറ്റുകളിൽ നിന്നുമാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ തൻ്റെ വേഷം ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കാനായിട്ട് എത്ര രൂപയാണ് തൻ്റെ പ്രതിഫലമായി വാങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ പഴയ ആക്ടറായിട്ടുണ്ടായിരുന്ന ദേവൻ ഈ ഒരു സിനിമയിൽ തൻ്റെ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് 10 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് രണ്ടാമത് പറയുന്നത് മണിയമ്പിള്ള രാജു ആണ്. മണിയമ്പിള്ള രാജു ഏകദേശം 10 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് മൂന്നാമതായിട്ട് പറയുന്നത് സലീം കുമാറാണ്. സലീം കുമാർ ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കാനായിട്ട് തൻ്റെ പ്രതിഫലമായിട്ട് 10 ലക്ഷം രൂപയാണ് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് നാലാമത്തെ പേര് അശോകനാണ്. അശോകനും ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഏകദേശം 10 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് പറയുന്നത് സാൻഡി മാസ്റ്റർ നമുക്കറിയാം, ലോകയിലൊക്കെ അടിപൊളി കഥാപാത്രം ചെയ്തിരുന്ന ഒരു അഭിനേതാവാണ്. സാൻഡി മാസ്റ്റർ ഏകദേശം 40 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ആറാമത്തെ പേരെന്ന് പറയുന്നത് റെഡീൻ കിങ്ലി ആണ്. റെഡീൻ കിങ്ലി ഏകദേശം 10 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഏഴാമത്തെ പേരെന്ന് പറയുന്നത് ശരണ്യ പൊൻവണ്ണമാണ്. ശരണ്യ പൊൻവണ്ണം ഏകദേശം 15 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് എട്ടാമത്തെ പേര് ബൈജു സന്തോഷാണ്. ബൈജു സന്തോഷ് ഈ ഒരു സിനിമയിൽ മുഖ്യമന്ത്രിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു പ്രധാന കഥാപാത്രമാണ്. 25 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന ബാലു വർഗീസ് ആണ്. ബാലു വർഗീസ് ഏകദേശം 20 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു ബബ്ബബ്ബ സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അടുത്തതായിട്ട് ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 25 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ധ്യാൻ ശ്രീനിവാസൻ വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് വിനീത് ശ്രീനിവാസൻ ഈ ഒരു സിനിമയിലെ ഒരു സെൻട്രൽ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ 50 ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ. പുള്ളിക്കാരൻ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ 5 കോടി രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഏറ്റവും നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ പത്മശ്രീ ഭരത് മോഹൻലാൽ. ലാലേട്ടൻ ഏകദേശം 5 കോടി രൂപയാണ് തൻ്റെ ക്യാമിയോ റോള് ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് വിവാദമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു ലാലേട്ടൻ്റെ ഗില്ലി ബാല. നിങ്ങളെല്ലാവരും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗില്ലി ബാല എന്ന് പറയുന്ന കഥാപാത്രം ഒരുപാട് ജനങ്ങൾക്കിടയിൽ അത് വേണ്ടായിരുന്നു ലാലേട്ട എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്ന ഈ പറയുന്ന ഗൂഗിളിലെ സൈറ്റുകളുടെ ഭാഗമായിട്ടാണ്. ഈ ഒരു സിനിമ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ ഒരിക്കലും ഇത് വിജയിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഒരു സമ്മിശ്ര അഭിപ്രായം കിട്ടി മുന്നേറുന്ന ഒരു സിനിമ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വിറ്റ് പോകുന്നുണ്ട്. ഈ പറയുന്ന സിനിമ ഒരുപാട് ഹൈപ്പിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിയത്. ലാലേട്ടനും ഈ പറയുന്ന ദിലീപേട്ടനും ഓൾറെഡി ഇൻ്റർവ്യൂകളിലൊക്കെ കൊടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ് ഈ ഒരു സിനിമ ഒരു മാഡ് ഫിലിമാണ്. കുറച്ച് പ്രാന്തന്മാർ കൂടി ഒരു പ്രാന്തൻ പടം എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പ്രാന്തമുള്ളവർ മാത്രം ഇത് പോയി കണ്ടാൽ മതിയെന്ന് ഇവരെ എല്ലാ ഇൻ്റർവ്യൂസിലും പറയുന്നത് തന്നെയാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇത് എത്രമാത്രം കണക്ട് ചെയ്യപ്പെടുമെന്നുള്ളത് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ തന്നെയാണ് സംഭവിച്ചത്. എനിക്കൊരു ആവറേജ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം മലയാളി ഓഡിയൻസ് എപ്പോഴും ഈ പറയുന്ന കോണ്ടന്റിനും സ്റ്റോറിക്കൊക്കെ ഭയങ്കരമായിട്ട് അതിന് കൂടുതൽ നമ്മളൊരു ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആളുകളാണ്. മറ്റുള്ള ഭാഷകളെ പോലെ ഒന്നല്ല.
അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമ നമ്മുടെ ജനങ്ങൾക്കിടയിൽ അത്യാവശ്യം ഓടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് ഇഷ്ടപ്പെട്ടവരും ഉണ്ട്. ആ ഒരു കോണ്ടന്റ് അതിൻ്റെ ഒരു രീതിക്കെടുത്ത് അത് കണ്ടവരും ഉണ്ട്. ആ ഒരു രീതിക്ക് ഇത് കാണുന്നവർക്ക് ഈ ഒരു സിനിമ തീർച്ചയായിട്ടും വർക്കായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇതൊരു ആവറേജ് അഭിപ്രായമാണ് ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. ഇത് തിയേറ്ററിൽ പോയി കണ്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്